ശ്രീ ബൈജു, വളരെ പെട്ടെന്ന്, കാര്യം നമുക്കിനി കഷ്ടിച്ചൊരു 7 മിനിറ്റ് എല്ലാവർക്കും കൂടി കിട്ടുള്ളൂ. ഒരു സന്തോഷ വാർത്തയുണ്ട്. ശ്രീപത്മനാഭൻ പറഞ്ഞെടുത്ത് ഞാൻ അങ്ങയിലേക്ക് വരുന്നു. ഒക്ടോബർ 22-ന് തുലാമാസ പൂജയുടെ അവസാന ദിവസം രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു ശബരിമലയിലേക്ക് എത്തുകയാണ് ദർശനത്തിന്. ശ്രീ ബൈജു, എങ്കിലും അങ്ങ് പറഞ്ഞു കളഞ്ഞല്ലോ, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അന്വേഷണത്തിൽ കണ്ടെത്തിയാൽ മാത്രം ശിക്ഷിച്ചാൽ മതി എന്നൊക്കെ അങ്ങ് പറഞ്ഞ് പാവം പോറ്റിയെ അങ്ങ് വെള്ളപൂശി എന്നാണ് ശ്രീ ജലീൽ പുനലൂർ പറയുന്നത്. ശ്രീ ജലീൽ, പോറ്റി വളരെ കോൺഫിഡൻ്റ് ആണ് കേട്ടോ, പോറ്റിയുടെ ബോഡി ലാംഗ്വേജ്. കാര്യം പോറ്റിക്കറിയാം വല്ലാണ്ട് മുടിക്കിയാൽ പലതും വിളിച്ച് പറയേണ്ടി വന്ന്. പോറ്റി പറയാൻ പോണ പേരുകൾ എന്തൊക്കെയാണെന്ന് കേട്ടിട്ട് വേണം അങ്ങ് പാവം പോറ്റിയെ പിന്തുണയ്ക്കാൻ. ശ്രീ ബൈജു, ചട്ടലംഘനം നടന്നിട്ടില്ല എന്ന് അനുമാനിക്കാമോ? അന്വേഷിച്ചാലേ കണ്ടെത്താൻ പറ്റുള്ളൂ? ഒരിക്കലും ഇല്ല. അല്ല ഞാനത് പ്രദീപ് വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ. അതിനകത്ത് ചില നമ്മൾ സ്ഥിരീകരിക്കണമെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. വളരെ കൃത്യമായിട്ട് തന്നെ ഞാൻ പറയുന്നു, ഈ വിഷയത്തിനകത്തൊരു ശാശ്വത പരിഹാരം ഇപ്പോൾ അടിയന്തരത്തിൽ ഉണ്ടാകണമെങ്കിൽ ഈ വിഷയം സംബന്ധിച്ചുള്ള കേരളം കത്തിക്കാളി നിൽക്കുന്ന മർമുവിനെ പോലുള്ള ബഹുമാന്യായ രാഷ്ട്രപതി ശബരിമല സന്ദർശിക്കുന്നതിന് തൊട്ട് മുമ്പായിപ്പോൾ നമുക്ക് ചെയ്യേണ്ട വിഷയം ഇത് സംബന്ധിച്ച് കല്ലും നെല്ലും തിരിയണം. ആരെയും സംരക്ഷിക്കണമെന്ന് എനിക്ക് വ്യക്തിപരമായ അഭിപ്രായമില്ല. കൃത്യമായ ദേവസ്വം ചട്ടങ്ങൾ നിലവിലുണ്ട്. ആ ദേവസ്വം ചട്ടങ്ങൾ ലംഘിക്കുമ്പോൾ എവിടെയാണ് ലംഘിക്കപ്പെട്ടത് എന്നുള്ളത് കൃത്യമായി പരിശോധിച്ചേ മതിയാവും. ഇത് ഈ വിവാദ വിഷയമായ 2 വിഷയങ്ങളിലും ബോർഡിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ പേരിൽ ഇത് ജീവനക്കാരുടെ ആരുടെയെങ്കിലും മണ്ടയ്ക്ക് മാത്രം കെട്ടിവെക്കാൻ പറ്റില്ല. ബോർഡും ജീവനക്കാരും ചട്ടലംഘനം ഉണ്ടായെങ്കിൽ അവരെല്ലാവരും അതിൻ്റെ ഉത്തരവാദികളാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ദേവസ്വം ചട്ടപ്രകാരം ദേവസ്വം നിയമങ്ങൾ വളരെ കൃത്യമായി ഇതിന് ഓരോ വിഷയങ്ങളുള്ളപ്പോൾ ആ വിഷയങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുന്ന ബോർഡായാലും ആ ബോർഡ് ഉത്തരവുകൾ നടപ്പിലാക്കുന്നതിൽ ചട്ടപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥന്മാരായാലും ദേവൻ്റെ സ്വത്ത് കാത്തുരക്ഷിക്കുന്നതിൽ അനാസ്ഥ കാണിക്കുവാൻ ആരും കൃത്യമായ അന്വേഷണം, ഇപ്പോൾ വിജിലൻസ് അന്വേഷണം, ഇത് അന്വേഷണത്തിൻ്റെ കാര്യമൊക്കെ പറയുമ്പം വളരെ ഒരു വേണ്ടത്ര ജസ്റ്റിസ് KT ശങ്കരൻ അന്വേഷിക്കുന്നത് രജിസ്റ്ററുകൾ മാത്രമാണ്, രജിസ്റ്ററുകൾ ഉൾക്കൊണ്ട കാര്യങ്ങൾ മാത്രമാണ്. എന്തൊക്കെ അവിടെ തിരുവാഭരണങ്ങൾ വന്നിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്, അതെവിടേക്ക് ഇരിക്കുന്നു, എത്ര എണ്ണം റിസർവ് ബാങ്കിൽ വെച്ചിരിക്കുന്നു, എത്ര ആറന്മുള സ്ട്രോങ് റൂമിലുണ്ട്, അതിനെയാണ് അദ്ദേഹത്തിനെ നിയോഗിച്ചിരിക്കുന്നത്. ഇപ്പം വിജിലൻസ് SP, ദേവസ്വം ബോർഡിലെ വിജിലൻസ് സംവിധാനം വളരെ കാര്യക്ഷമമായി SP അദ്ദേഹത്തിൻ്റെ പരിമിതമായ സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ആ സംവിധാനം കൊണ്ട് ഈ വിഷയം പരിഹരിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് അന്തർ സംസ്ഥാനങ്ങളിൽ നടന്ന, കേരളത്തിൽ മാത്രം ശബരിമലയിൽ മാത്രം, ശബരിമല പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ മാത്രം നടന്ന കാര്യമല്ല. ശബരിമല മുതൽ കേരളവും കർണാടകവും ആന്ധ്രവും ഒക്കെ ഉൾപ്പെട്ട, തമിഴ്നാടുമൊക്കെ ഉൾപ്പെട്ട സ്ഥലങ്ങളിൽ നടന്ന ഒരു ക്രിമിനൽ കോൺസ്പിറൻസി ഇതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് ഇതിൻ്റെ ഓരോ ഘട്ടങ്ങൾ കണ്ടു കഴിയുമ്പോഴും കാണുന്നത്. അതിനകത്ത് അതിൻ്റെ യഥാർത്ഥ കക്ഷികളെ പുറത്ത് കൊണ്ടുവരുവാൻ ഇപ്പോഴും ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ ആ അന്വേഷണ ഏജൻസി ആരാകട്ടെ എന്ന് ബോർഡ് തീരുമാനിക്കട്ടെ. അത് ബോർഡ് തീരുമാനിച്ചാലും കേരള ഹൈക്കോടതി ഇതിനകത്ത് കൃത്യമായൊരു ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. കാരണം ഈ വിഷയത്തിൻ്റെ തുടക്കം 2025 ശബരിമലയിൽ നിന്നും ചെന്നൈയിലേക്ക് കൊണ്ടുപോയ ഈ പറയപ്പെടുന്ന ദ്വാരപാലക വിഗ്രഹങ്ങൾ കൊണ്ടുപോയപ്പോൾ ഹൈക്കോടതിയെ അറിയിച്ചില്ല എന്നുള്ള ഒരൊറ്റ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി തുടങ്ങിവെച്ച, സ്പെഷ്യൽ കമ്മീഷൻ കൊടുത്ത ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തുടങ്ങിവെച്ച സോമോട്ടോ ഹർജിയാണ് ഇന്ന് ഈ സംസ്ഥാനത്തെ പിടിച്ചു കുലുക്കുന്ന ഒരു വലിയ വിവാദമായി മാറിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് നമ്മുടെ പ്രിയപ്പെട്ട BJPയുടെ നേതാവ് പറഞ്ഞതുപോലെ ഇതൊന്നും ഒരു ചെപ്പടി ശ്രീ ബഹുമാന്യനായ BP ശ്രീ പത്മനാഭൻ പറഞ്ഞതുപോലെ ഇതൊന്നും, ഈ അന്വേഷണമൊന്നും അങ്ങനൊന്നും പെട്ടെന്ന് ആർക്കും ചവിട്ടി ഒതുക്കാനും അങ്ങ് പൂഴ്ത്തിവെക്കുവാനും ഒന്നും പറ്റില്ല. കാരണം ഇത് ശബരിമല അയ്യപ്പൻ്റെ മുതലാണ്. ശബരിമല അയ്യപ്പൻ കലിയുഗ വരദനാണ്. അയ്യപ്പൻ ഇതിൻ്റെ 2000 ഇപ്പോൾ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം വളരെ, ഇത്തരമൊരു ചട്ടലംഘനം 2019 നടന്ന ഒരു ചട്ടലംഘനം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ